എന്താണ് ഐദ്രോസിക്ക മോളുടെ നിക്കാഹ് കൊണ്ടത് കേട്ട്? ആ മായ, കുന്നത്തങ്ങാടിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒക്കെ നല്ല വിശേഷങ്ങൾ തന്നെ. നാട് മുഴുവൻ പാട്ടായിരിക്കും ഐദ്രോസിക്ക. ഐദ്രോസിക്ക, ഇന്നലെ മുഴുവൻ തീരെയില്ല. എന്താണ് ഓളുടെ ഹാലെന്ന് തിരിയുന്നില്ല. നാളെ നിക്കാഹ് ഉറപ്പിച്ചു കഴിഞ്ഞാ ഓ മുണ്ടാണ്ട് പൊയ്ക്കോളൂ. മുണ്ടാണ്ട് പോണ് ഓളെ പേരയിൽ കെട്ടി തൂക്കിങ്ങോണ്ട് കൂടിയന്റെ മുകളില് ഇന്ന് വരെ ഒരു ബാക്കി നിങ്ങളോട് ചോദിച്ചോ? ഐദ്രോസ് കേട്ട കുന്നത്തങ്ങാടി ഉറക്കും. ഒരു ഓന്ത് പോലത്തെ ചെക്കനാണ് ഇപ്പൊ ഇട്ട് വർപ്പിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യം നിങ്ങൾ പറയും. ഓനെ വരച്ച പറയിൽ ഈ ആളിന് കൊടുത്തു. ഇതിലൊക്കെയല്ലേ മറ്റേ ചെയ്യുന്നത്? അല്ലേ അലവി, നിങ്ങൾ ബേജാറാവണ്ട. ഒന്നുകിൽ ഓൻ അല്ലേ ഞമ്മള് രണ്ടൊരാളെ ഈ കുന്നത്തങ്ങാടി ഉണ്ടാവും. വേഗം വരും. ആ ഹൈദ്രോസ് പീടിയെ തല്ലി പൊളിക്കാൻ വരുന്നു. അതിന് നമ്മളെന്ത് ചെയ്യാനാ? ഓനോട് പോയി പറഞ്ഞ് തടുക്കാൻ. നമ്മളോടോ പോകാനല്ലേ പറഞ്ഞേ? ഇപ്പോൾ എന്തായി? ഇനി ഒന്നിനും ഞാനില്ല കേട്ടോ. ആ, നമ്മൾ പോവാ ബഷീറെ. നിങ്ങളിപ്പോ പോയാ പാവം ആശിസിക്കാന്റെ കാര്യം അത് ഓനല്ല ആലോചിക്കണ്ടേ? അത് പറയരുത്. നിങ്ങൾ പോയാൽ ആശിസിക്കാർക്ക് വേറെ ആരുമില്ല. ഹൈദ്രോസ് ആശിസിക്കാരെ തച്ചു കൊല്ലും. ഹൈദ്രോസ് ഓനെ തല്ലി ചതച്ചോട്ട് കുത്തി കൊന്നോട്ട്. പഠിച്ചോൻ അതോ നിശ്ചയിച്ചെങ്കിൽ അത് മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പഠിച്ചവരൊക്കെ വലിയൊരുന്നല്ലോ. നിങ്ങൾ പോയിക്കോളി. ഓനെ രക്ഷിക്കാൻ നമുക്ക് കഴിയോ ബാപ്പുട്ടിയെ? നിനക്ക് വല്ല വീടുണ്ടോ? വയറ്റുപ്പഴപ്പിനുണ്ട് ഓരോ വേഷം കിട്ടാന്നല്ലാതെ ആ ഊരെ തിരക്കാൻ നമ്മളെ കൊണ്ടേ കഴിയോ? ബാപ്പട്ടിക്ക് മജീദിനും കഴിയില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഈ വേഷത്തിന് കഴിയും. പടച്ചോൻ കൂടെ ഉണ്ടെങ്കിൽ. ബഷീറേ, നിക്ക്. ഈ കുന്നത്തങ്ങാടി ചെന്ന് പറയും മലപ്പുറം മൊഴിയും വരണ്ടെന്ന്. മഞ്ചേരി മജീദും ചെല്ലേ. ആ തിരുവള്ളി. മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. നമ്മൾ ആരാണെന്ന് മനസ്സിലായിന്നാ തോന്നണേ. മജീദേ, കാണിച്ചു ഉമ്മാന്റെ മലപ്പാലെ കുറിച്ച് പറഞ്ഞവരാണെങ്കിൽ ഓന്റെ കളരിതെടുക്കാൻ ഞമ്മക്ക് നോക്കട്ടെ. കുന്നത്തങ്ങാടി ചോര നമ്മളെ വീണ്ടും ജയിലിൽ പറഞ്ഞു വിടരുത്. കത്തി പിടിച്ച് വായിക്കേണ്ട പോയിട്ടല്ല. അതിന്റെ അളവ് നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ തമ്മിൽ വേണ്ട. ഈ ഹൈദ്രോസിനോട് പറ നമ്മൾ ഒത്തുകൂടി തയ്യാറാണെന്ന്. ചോദിച്ചാ പോലെ വേണ്ട. സദ്ദാം ഹുസൈൻ വരെ യുദ്ധം നിർത്തിയിരിക്കണം. നമ്മുടെ കണ്ടോടെ തടിക്ക് കേറായിക്കോട്ടോ. ഇനി സമാനം പറഞ്ഞ കാര്യമില്ല. ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു. നിന്റെ അസീസേ, അന്ന് ഞമ്മളെ എവിടെയൊക്കെ നോക്കിയത്. ദയ എഴുത്തു തരാൻ അന്ന് നമ്മൾ അന്വേഷിച്ചത്. ആമിനെ എനിക്ക് എഴുതിയതാ. എനിക്കോ? ആ, ഈ വായിച്ചോക്ക അസീസേ. എന്റെ പ്രിയപ്പെട്ട അസീസക്ക് അറിയുന്നതിന് ആമിന് ഏതെന്ന് എഴുത്ത്. ഈ എഴുത്ത് കിട്ടുമ്പോ എനിക്ക് ഏതാനും വായിക്കാൻ അറിയില്ലായിരുന്നു. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന എഴുത്ത്. എനിക്കറിയാം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. പൊന്നും പണവും ഒന്നുമല്ല, സ്നേഹമാണ്
സ്നേഹമാണോ വലുത്? നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടുമോ? നിങ്ങളുടെ എഴുത്ത് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചതാ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ കഴിക്കൂന്ന്. നാളെ കുഞ്ഞലവിയായിട്ട് നിക്കാഹ് ഉറപ്പിക്കാം. ഞാൻ എന്താ ചെയ്യാ? ഞാനൊരു പെണ്ണല്ലേ. എന്റെ കൂടെ വന്ന് ആമിനെന്ന് വിളിച്ചാ നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വരും. ഈ ദുനിയാവിൽ എവിടേക്ക് വേണമെങ്കിലും നിങ്ങളുടെ വിളി കേൾക്കാൻ നമ്മൾ കാത്തിരിക്കും എന്ന് ആമിന. കുണ്ടോട്ടിക്കാരിവിടെ പെരുത്തു വെച്ചില്ല, മനസ്സിലായോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഒരു വാക്ക്, എല്ലാവർക്കും ചായയും കടിയും ഇന്ന് കുഴിച്ച് കുഞ്ഞാലിന്റെ വകയാണ്. അടിച്ച് വേണ്ട. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ വയ്ക്കും. എന്തെടുത്ത് പറഞ്ഞു? ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ വയ്ക്കും. ഒന്നുകൂടെ പറയും. നിങ്ങളുടെ മോളെ ഞാൻ നിൽക്കാതെ ഒന്നുകൂടെ പറയും. ഞാൻ നിൽക്കാതെ വയ്ക്കും. വേണ്ട, നിങ്ങളുടെ കത്തിയൊക്കെ മുറിച്ചുകൊണ്ട് ആമന എന്റെ കത്തിന്. മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദിനും മാനം കാക്കുമോനെ ഈയാണോ ശിവാക്കുട്ടി? എന്റെ ബാപ്പ, എന്റെ ബാപ്പിന്റെ ബാപ്പിന്റെ ബാപ്പ പോയില്ലേ പെൺകുട്ടികളെ കെട്ടിക്കാൻ അങ്ങാടി കണ്ടു കാണില്ല. ഈയാണ് സിംഹക്കുട്ടി. ഇനി ആരെങ്കിലും ഉണ്ടോടാ കുന്നത്തങ്ങാടിയില്? ഉണ്ടോടാ? ഞാൻ ആമൻ എന്നെ നിൽക്കാതെ കഴിക്കാൻ പോകണം. മോളെ, അന്റെ ഇഷ്ടവരാണെങ്കില് ഞങ്ങൾ തടസ്സം നിൽക്കണില്ല. എന്റെ മോളെ പഠിച്ചും കാക്കും. ആമിന,
മാഷ് എന്നെ പൊന്നുപോലെ നോക്കും. മാഷെ, പഠിച്ചാണ് നിങ്ങളെ കുന്നത്തങ്ങാടിയിലേക്ക് അയച്ചത്. മാഷ് വന്നില്ലായിരുന്നെങ്കിൽ കൂട്ടിലിട്ട് ചെളിയെ പോലെ നമ്മളെ കൂടി കഴിയേണ്ടി വന്നേനെ. ഇന്ന് പേർക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നൊരു പെൺകുട്ടിക്ക് വേറെ എന്താ വേണ്ടത്? നിങ്ങൾ എന്റെ മാഷാണ്. എനിക്ക് നിങ്ങൾ പഠിച്ചോല. നല്ലത് വരട്ടെ. ആമിനിക്ക് നല്ലതേ വരൂ. ഞാൻ പോട്ടെ മാഷേ. ശരി അസീസേ. ആമിന, ഒന്നും ചെയ്യരുത്. പെണ്ണുങ്ങളുടെ മനസ്സ് നിങ്ങൾക്കറിയില്ല. ഞങ്ങൾ കുന്നത്തങ്ങാടിന് പോവാ. നിങ്ങൾ നമ്മളെ പേടിച്ച് നിൽക്കണതും കരയുന്നത് പോലെ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഓളുടെ ശരി കാണണമെങ്കിൽ, ഓൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണണമെങ്കിൽ വരണം ഞങ്ങളുടെ കുടിയിലേക്ക്. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. എവിടേക്കാ പോവുക? കൊണ്ടോട്ടിക്ക്. ബാപ്പ കേട്ടില്ല. അപ്പോ ടിക്കറ്റ് എടുത്തു. അസീസ, ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പോവുക മലപ്പുറത്തേക്ക്. അവിടെ തുടങ്ങാൻ എന്റെ ആമിന ടൈലേഴ്സ്.